എൻ്റെ വാലറ്റ് നഷ്ടപ്പെട്ടു. ഏതോ ഒരു തെണ്ടി എൻ്റെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. എന്താ ഇങ്ങനെ? ചത്ത് കിടന്നാലും എന്റെ അമ്മ ഇവിടെ ഐസിയുണ്ട്. പറ്റില്ല. ആക്ച്വലി ഞങ്ങളിതേ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഏതൊരു തെണ്ടി കയറി അതിന് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിരുന്നു. എൻ്റെ ഒരുവിധം എല്ലാ ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡിയും അതിലുണ്ടായിരുന്നു. ബാങ്ക് കാർഡ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിലെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ മൂപ്പര് രാവിലെ ഒരു ടിമോട്ടൻസ്, ഉച്ചയ്ക്ക് ഒരു ടിമോട്ടൻസ്, വൈകിട്ട് ഒരു ടിമോട്ടൻസ് എന്ന നിലയ്ക്ക് മൂപ്പര് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു പ്രോബ്ലി ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മൂപ്പര് സകലമായ കൺവീനിയൻസ് സ്റ്റോറിലും പോയി അടിച്ചിട്ടുണ്ട് എൻ്റെ കാർഡ്. മോഷണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ ആദ്യം ചെയ്യേണ്ടത് ലോക്കൽ പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് കാണാം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ റിപ്പോർട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് വരും. അതിൻ്റെ കൂടെ ഒരു റിപ്പോർട്ട് നമ്പർ കൂടെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഈ റിപ്പോർട്ട് നമ്പർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാങ്ക് കാർഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരിക. നിങ്ങളുടെ ബാങ്ക് കാർഡ്സ് ലോക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ബാങ്കിനെ വിളിച്ച് ലോക്ക് ചെയ്യാം. ലൈസൻസ്, നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ തിരിച്ച് പുതിയത് ഇഷ്യൂ ചെയ്ത് വരണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് $35 കൊടുക്കണം. സർവീസ് സെൻ്ററിൽ ഇൻ പേഴ്സൺ പോയിട്ട് ഇഷ്യൂ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഹെൽത്ത് കാർഡ് സ്റ്റോളൻ ആയിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കാർഡും ഈ പറഞ്ഞ പോലെ സർവീസ് സെൻ്ററിയിൽ പോയിട്ട് എടുക്കണം. നിങ്ങളുടെ അഡ്രസ്സ് ഒന്നും ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ, അതല്ല നിങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയൊരു ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്തവർ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയക്കും. വീണ്ടും റീഇഷ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നിങ്ങൾ അത് കാണിക്കുന്നതല്ലായിരിക്കും. പ്ലസ് നിങ്ങൾ ഒണ്ടാരിയോയിലാണ് താമസിക്കുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു പ്രൂഫ് കൂടെ കൊണ്ടുപോയാൽ നന്നായിരിക്കും. എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, ഹെൽത്ത് കാർഡ് വീണ്ടും റീഇഷ്യൂ ചെയ്യാൻ. സോ അതുകൂടെ കരുതിയാൽ പിന്നെ വീണ്ടും ഒരു പോക്ക് നമുക്ക് ഒഴിവാക്കാം. ദയവ് ഇത് നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒന്നും നിങ്ങളുടെ വണ്ടിയിൽ വയ്ക്കാതിരിക്കും.